വെൽക്കം. അപ്പോൾ നമ്മൾ ഇതിൽ ഫാക്ടർ തിയറത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഫാക്ടർ തിയറത്തിൽ ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഫാക്ടർ തിയറം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് കേട്ടോ. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോളിനോമിയൽ തരുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൽ കോൺസ്റ്റൻ്റ് എടുക്കാം. ഓക്കെ, അതിൽ കോൺസ്റ്റൻ്റ് എടുത്തിട്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ആ ഫാക്ടേഴ്സ് ഓരോ ഫാക്ടേഴ്സും നമ്മുടെ പി ഓഫ് എക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എവിടെയെങ്കിലും നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫാക്ടറാണെന്ന് പറയാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ മുഖേന അത് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളാണ് പി ഓഫ് വൈ ഈസ് ഈക്വൽ ടു y² മൈനസ് 5y പ്ലസ് 6. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കോൺസ്റ്റൻ്റ് എടുക്കുകയാണ് 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, +or-1 പറയാം, +or-6 അല്ലെങ്കിൽ +or-3 ആൻഡ് +or-2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓരോ വാല്യൂസും ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പി ഓഫ് 1 നമുക്ക് ഇട്ട് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1² മൈനസ് 5 ഇൻറ്റു 1 പ്ലസ് 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 5 പ്ലസ് 6 എന്ന് പറയുന്നത് 4 മൈനസ് 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2, വിച്ച് ഈസ് അതെന്ന് പറഞ്ഞാൽ 0ന് ഈക്വൽ അല്ല. ഇനി അടുത്തത് പി ഓഫ് -1 നമ്മൾ നോക്കുകയാണ്. പി ഓഫ് -1 എന്ന് പറയുമ്പോൾ -1² മൈനസ് 5 ഇൻറ്റു -1 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 1 -5 ഇൻറ്റു -1 എന്ന് പറയുന്നത് +5 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 12. അതും എന്താ, നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി നമ്മൾ പി ഓഫ് 2 ഇട്ട് കൊടുക്കുകയാണ്. പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 2² മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 10 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു -6 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് 2 ഫാക്ടേഴ്സ് വേണം കേട്ടോ. വൈക്ക് 2 ഫാക്ടേഴ്സ് വേണം. അപ്പോൾ ആദ്യത്തെ പി ഓഫ് 2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 0 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫാക്ടർ കൂടി കിട്ടണം അല്ലേ. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം. പി ഓഫ് -2നെ നോക്കാം. പി ഓഫ് -2 എന്ന് പറയുന്നത് -2 ദ ഹോൾ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു -2 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 5 ഇൻറ്റു -2 എന്ന് പറയുന്നത് +10 പ്ലസ് 6. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, 14 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അതും എന്താ, നോട്ട് ഈക്വൽ ടു 0. ഇനി അടുത്ത നമ്പർ ഏതാ, നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഫാക്ടർ 1ഉം 6ഉം ആണെങ്കിൽ പോലും ആദ്യം 1 ചെയ്യുക, പിന്നെ 2 ചെയ്യുക, പിന്നെ 3 ചെയ്യുക, പിന്നെ 6 ചെയ്യുക, അങ്ങനെ പോട്ടെ കേട്ടോ. ഇനി നമുക്കപ്പോൾ പി ഓഫ് 3 ചെയ്ത് നോക്കാം. പി ഓഫ് 3 ഈസ് ഈക്വൽ ടു 3² മൈനസ് 5 ഇൻറ്റു 3 പ്ലസ് 6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3² 9 ആണ്, മൈനസ് 15 പ്ലസ് 6 which is equal to -6 plus 6 which is equal to 0. അപ്പോൾ നമുക്കിപ്പോൾ പി ഓഫ് 3 എന്താണ്, 0 ആണെന്ന് കിട്ടി. അതായത് വൈക്ക് ഏതൊക്കെ വാല്യൂസ് വരുമ്പോഴാണ് നമുക്ക് പോളിനോമിയൽ 0 കിട്ടുക, 2ഉം 3ഉം. നമ്മളിത് പോളിനോമിയലായി എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ y2നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y-2 എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. അതുപോലെ 3നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താവും, y-3 എന്ന് പറയുന്നൊരു ഫാക്ടർ കൂടി വരും. സോ ദീസ് are the factors of p of y എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ എത്ര വാല്യൂസ് വരണം, 2 വാല്യൂസ് വരണം. ഇനി ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ എത്ര എണ്ണം വരണം, 3 വാല്യൂസ് വരണം. അപ്പം നമുക്കതൊരു എക്സാമ്പിൾ വഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യൂബിക്കിൻ്റെ എക്സാമ്പിളാണ് 2y³ പ്ലസ് y² മൈനസ് 2y മൈനസ് 1. ഇതും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റൻറ്റിനെ എടുക്കാം. കോൺസ്റ്റൻറ്റ് -1 ആണ്. അപ്പോൾ -1ൻ്റെ ഫാക്ടേഴ്സ് എന്ന് മാത്രമേ വരുള്ളൂ, +or-1 ആണ് വരുള്ളൂ. അപ്പോൾ നമ്മൾ പി ഓഫ് -1 നോക്കാം ആദ്യം. പി ഓഫ് -1 എന്ന് പറയുമ്പോൾ -1 ദ ഹോൾ ക്യൂബ് പ്ലസ് -1 ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -1 -1. -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 തന്നെ, പ്ലസ് -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ +1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 -1 ഇങ്ങനെ കിട്ടും. ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ എന്താ, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പി ഓഫ് 1ലേക്ക് പോകാം. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു നോക്കാം, 1³ 2 ഇൻറ്റു 1³ ആയിരുന്നു. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ 2 ഇൻറ്റു 2 കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 2 വരും,
അപ്പോൾ 2 മൈനസ് 2 2 മൈനസ് 2 പ്ലസ് 2 0 പ്ലസ് 1 മൈനസ് 1 അതും 0 തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ശരിക്കും ആൻസർ കിട്ടാം 0 തന്നെയാണ്. സോറി ഫോർ ദി എറർ. അപ്പോൾ നമുക്ക് 0 കിട്ടി. സോ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ക്യൂബിക് ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യണ്ട കേട്ടോ. ഒരു വാല്യൂ കിട്ടുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ പോളിനോമിയലിന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തൽക്കാലം P(-1) = 0 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക y+1 = 0 എന്നായി. ഓക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈക്കുള്ള വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. സോ -1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ y+1 ആവാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് g(x) ആയിട്ട് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ g(x) വേണ്ട g(y). ഓക്കെ, അപ്പോൾ ഈ g(y) ഉണ്ട്, ഇവിടെ നമ്മുടെ P(y) ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താ 2y³ + y² - 2y - 1 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും y+1 ചെയ്യാം. ഓക്കെ, y+1. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിവിടെ 2y³ ആണ്, ഇവിടെ y മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരൊക്കെ ഇല്ലാത്ത ഒരു 2 ഇല്ല, y² ഇല്ല. അപ്പോൾ 2y² എന്ന് കൊടുക്കാം. 2y² ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2y³ കിട്ടും. പിന്നെ 2y² × 1 എന്ന് പറഞ്ഞാൽ എന്താ +2y² തന്നെയാണ്. ഇവിടെ നമുക്ക് 0 കിട്ടും. നമുക്ക് മൈനസ് ആണെന്നുള്ളത് ഓർമ്മ വേണം കേട്ടോ. മൈനസ് കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടും. മറ്റോടത്ത് എന്ത് കിട്ടും 2y² - 2y² എന്താണ് -y² ആണ് അല്ലേ. നമുക്കിവിടെ -y² - 2y അടുത്തത് നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ ഒരു വൈയേ ഉള്ളൂ, ഇവിടെ എന്താ ഒരു മൈനസും ഒരു വൈയും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു -y കൊടുക്കും. അപ്പോൾ -y × y എന്ന് പറഞ്ഞാൽ എന്താണ് -y². ഇനി -y × 1 എന്ന് പറഞ്ഞാൽ എന്താണ് -y തന്നെ അല്ലേ. ഇനി നമുക്കിവിടെ എന്ത് കിട്ടി 0 കിട്ടി. ഇവിടെ എന്ത് കിട്ടി -2y -y മൈനസ് കൂടി നമുക്ക് പ്ലസ് ആക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി വീണ്ടും -y എന്നാണ് കിട്ടിയത് അല്ലേ. -y എന്ന് കിട്ടി. സോ -y മറ്റേ നമ്പർ എഴുതിയിട്ട് -1. ഇനി നമുക്കിവിടെ ഇവിടെയും y ആണ് ഇവിടെയും y ആണ്. ജസ്റ്റ് എന്ന് മാത്രമേ കുറവുള്ളൂ മൈനസ് അല്ലേ. നമുക്ക് -1 കൊടുക്കാം. അപ്പോൾ -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി -y -1 × 1 -1 which is equal to 0. നമ്മൾ നേരത്തെ റിമൈൻഡർ തിയറത്തിൽ പഠിച്ചതുപോലെ ഡിവിഡൻഡിനെ നമുക്ക് എന്താക്കി എഴുതാം, എങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡിവിഡൻഡ് is equal to ഡിവൈസർ into quotient പ്ലസ് റിമൈൻഡർ ആണ് അല്ലേ, പ്ലസ് റിമൈൻഡർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ P(y)നെ അങ്ങനെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും, നമ്മുടെ P(y) എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു ഡിവൈസർ എന്താണ് ഇതല്ലേ. അപ്പോൾ y+1 ഇൻറ്റു നമ്മുടെ ക്വോഷ്യൻ്റ് എന്താണ് 2y² -y -1 ആണ്. ഇനി നമ്മുടെ റിമൈൻഡർ എന്താണ് +0. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ P(y) കിട്ടി. y+1ഉം അതുപോലെ തന്നെ 2y² -y -1 അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫാക്ടറാണ് അല്ലേ. ഇത് വീണ്ടും എന്തായി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചോ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വാല്യൂവിൻ്റെ ഫാക്ടേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മെത്തേഡും ചെയ്ത് നോക്കാം കേട്ടോ. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മതി, ബട്ട് രണ്ട് മെത്തേഡും ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണെങ്കിൽ നമുക്കറിയാം 2y² -y -1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് P+Q എന്ന് പറയുന്നത് എന്താ B ആണ്, അതുപോലെ PQ എന്ന് പറയുന്നത് എന്താണ് AC ആണ്. അപ്പോൾ ഇവിടുത്തെ B എന്ന് പറഞ്ഞാൽ എന്താ -1 ആണ്, PQ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 2 × -1 which is equal to -2. അപ്പോൾ നമുക്ക് -2ൻ്റെ ഫാക്ടേഴ്സാണ് വേണ്ടത്. -2ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക, +or -1, +or -2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ
ഓരോ വാല്യൂസ് ഇട്ട് നോക്കുക. അപ്പോൾ 1 + 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആണ് കിട്ടുക. 1 - 2 എന്ന് പറഞ്ഞാൽ എന്താ -1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 - 2 നമുക്ക് -1 കിട്ടുന്നുണ്ട് അല്ലേ, -1 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ -2 കിട്ടാനായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 × -2 എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു -2 തന്നെ. അപ്പോൾ നമുക്ക് ഈ വാല്യൂം കിട്ടുന്നുണ്ട്, ഈ വാല്യൂം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിൽ p ഈക്വൽ ടു 1ഉം q ഈക്വൽ ടു -2ഉം കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ കിട്ടുന്നത് 2y² - 2y പ്ലസ് y 1y അല്ലേ, അപ്പോൾ y നിട്ടാൽ മതി -1. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 2y വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി y ഉണ്ട്, ഇവിടെ നിന്ന് 2y മൊത്തം പോയി, അപ്പോൾ -1 ആയി. പ്ലസ് ഇവിടുന്ന് 1 മാത്രം എടുക്കാം, അപ്പോൾ എന്തായി, y -1 ആയി. അപ്പോൾ നമുക്ക് 2y + 1ഉം ആണ് ഒരു ഫാക്ടർ, ഒരു ഫാക്ടർ എന്താണ് y -1 ആണ് ഒരു മറ്റൊരു ഫാക്ടർ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ 2y² - y -1 ആണല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലെങ്കിൽ ഫാക്ടർ തിയറം വെച്ച് ചെയ്യുമ്പോൾ ഈ വൈയുടെ വാല്യൂ എപ്പോഴും 1 ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ y² വാല്യൂ എപ്പോഴും 1 ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ 2 പോകണമല്ലോ, ഈ 2 പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മൊത്തം 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1/2 വെച്ചിട്ട് നമ്മുടെ 2y² - y വെച്ചാണ് മൾട്ടിപ്ലൈ, കാരണം ഈ 2 കളയാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2/2y² - y/2 - 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആയി അല്ലേ. y² - y/2 - 1/2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം, ആരുടെ, കോൺസ്റ്റൻറ്റിൻ്റെ. അപ്പോൾ നമുക്ക് -1/2 ആണ് അല്ലേ, -1/2 കിട്ടാനായിട്ട് നമുക്ക് ഏത് മാത്രമേ ഫാക്ടേഴ്സ് ഉള്ളൂ, +or-1ഉം അല്ലെങ്കിൽ +or-1/2. ഇവരെ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുക, -1/2 കിട്ടുക. നമുക്ക് ആദ്യം P(1) ചെയ്ത് നോക്കാം. P(1) ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1² - 1/2 - 1/2. അപ്പോൾ ഇതെന്തായിരിക്കും, 1 -1/2 -1/2 എന്താ, -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഒരു ഫാക്ടർ കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, P(1/2) ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഗസ് വെച്ചിട്ട് P(1/2) ഒന്ന് ചെയ്ത് നോക്കണേയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തത് -1 ഇട്ട് നോക്കാം, അങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം P(1/2) പോവാണ്. അപ്പോൾ P(1/2) വരുമ്പോൾ എനിക്ക് എന്തായിട്ടാ, 1/2 ഹോൾ സ്ക്വയർ -1/2 ഡിവൈഡഡ് ബൈ 2 -1/2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഇതിൽ ഞാനപ്പോൾ മാറ്റി എഴുതാൻ പോവാണ്. ഇങ്ങനെ വരും, വിൽ ബി ഈക്വൽ ടു 1/4 മൈനസ് ഇത് മുകളിലേക്ക് വരുമ്പോൾ 1/4 - 1/4 വിച്ച് ഈസ് ഈക്വൽ ടു -1/2 നോട്ട് ഈക്വൽ ടു 0 ആയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്, P(1/2) ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. P(1/2) ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. P(1/2) എന്ന് പറയുമ്പോൾ 1/2 ദ ഹോൾ സ്ക്വയർ അല്ല, -1/2 -1/2/2 -1/2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/4 +1/4 -1/2. 1/4 + 1/4 എന്താണ്, 1/2 ആണ്. 1/2 -1/2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. ഏതൊക്കെയാണ് രണ്ട് ഫാക്ടേഴ്സ്, P(1)ലും കിട്ടി, അതുപോലെ തന്നെ P(-1/2)ലും കിട്ടി. അതായത് y ഈക്വൽ ടു 1 ആകുമ്പോഴും y ഈക്വൽ ടു -1/2 ആകുമ്പോഴാണ് നമുക്ക് ഫാക്ടേഴ്സ് കിട്ടുക. ദാറ്റ് ഈസ് y -1ഉം ഓക്കെ, വൈനെ ഇങ്ങോട്ടേക്ക് 1 കൊണ്ടുപോയി. ഇനി ഇത് അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, y +1/2 ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് രണ്ടിലും കിട്ടുന്ന ആൻസേഴ്സ് എന്താണ്, സെയിം ആണ്. നോക്കിക്കേ, ഈ ആൻസറും ഈ ആൻസറും. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഇവിടെ 2y + 1 അല്ലേ, ഇവിടെ y +1/2 അല്ലേ. ഈ y +1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, y +1/2 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഈ 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2y + 1 തന്നെയാണ്.
മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ടിലും കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? നമ്മുടെ y plus 1 and y minus 1 and y plus 1 by 2 okay are the factors. അപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ആണെങ്കിൽ 2 ഫാക്ടേഴ്സ് വേണം. ക്യൂബിക് ആകുമ്പോൾ 3 ഫാക്ടേഴ്സ് വേണം. അപ്പോൾ ക്യൂബിക് 3 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ബാക്കി എല്ലാം ക്വാഡ്രാറ്റിക് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും എക്സസൈസ് മൊത്തം ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിൽ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.